നമസ്കാരം. എല്ലാ രാഷ്ട്രീയ എതിരാളികളെയും ജയിലിൽ അടയ്ക്കുമെന്ന് വെല്ലുവിളിച്ച് നടന്ന PV അൻവർ അവസാനം ജയിലിലായിരിക്കുകയാണ്. എതിരാളികളെ ആക്രമിക്കാനുള്ള CPM-ന്റെ രാഷ്ട്രീയ ആയുധമായിരുന്നു PV അൻവർ. അതെല്ലാം മാറുകയാണ്. ADGP അജിത് കുമാറിനെയും മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെയും വിമർശിച്ചു തുടങ്ങിയ അൻവർ അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ജയിലിൽ അടയ്ക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. ഒടുവിൽ അൻവർ ജയിലിലേക്ക് പോയി. മലപ്പുറത്തെ തവനൂരിലാണ് അൻവറിനെ ജയിലിൽ അടച്ചത്. TP കേസ് പ്രതി കൊടിസുനി പരോളിന് പോയതും ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ജയിലിനുള്ളിൽ കൊടിസുനി അൻവർ കൂടിക്കാഴ്ച ഒഴിവായി. 1 മാസം പരോള് കൊടിസുനിക്കുണ്ട്. കൊടിസുനി എത്തും മുമ്പ് തന്നെ അൻവറിന് ജാമ്യം കിട്ടിയേക്കും. അടുത്തിടെ വരെ CPM-ന്റെ ആയുധമായിരുന്നു PV അൻവർ. ഒടുവിൽ പാർട്ടിയുമായി തെറ്റി ഭരണപക്ഷത്തെ ആകെ വെറുപ്പിച്ചാണ് അൻവർ അറസ്റ്റിലാകുന്നത്. അൻവറിനെ പുകഴ്ത്തിയവർ തന്നെ ഇകഴ്ത്തുന്ന കാഴ്ചയാണ് 2ാം പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ കണ്ടത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടും. അതിനിടെയാണ് വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള മാർച്ച് നടത്താൻ അൻവറും സംഘവും രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം കരുളായിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടി ഉണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇത് അക്രമങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചത് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവമാണ് അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അജിത് കുമാറിനെ DGP ആക്കില്ലെന്നും ജയിലിൽ അടയ്ക്കുമെന്നും കഴിഞ്ഞ ദിവസവും അൻവർ പറഞ്ഞിരുന്നു. അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി എഴുതി വാങ്ങി വിവാദം അവസാനിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയും CPM-ഉം ആദ്യം ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മാധ്യമങ്ങളെ കണ്ട അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും അൻവർ ആരോപണങ്ങൾ കടുപ്പിച്ചു. ഇതോടെ പിണറായി കൈവിട്ടു. ഇതിനുശേഷം പിണറായിയെയും അൻവർ കടന്നാക്രമിച്ചു. മുന്നണിയിൽ നിന്നും പുറത്തായ ശേഷവും നിരന്തരം വാർത്താ സമ്മേളനം വിളിച്ചു സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഇതിന്റെ പകയാണ് അറസ്റ്റെന്ന് വ്യാഖ്യാനിക്കുകയാണ് അൻവർ. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ കേസെടുത്ത പിന്നാലെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് PV അൻവർ അറസ്റ്റിലായത്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയത്. മലപ്പുറം ഒതായിയിലെ PV അൻവറിന്റെ വീട് വളഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹമാണ് വീടിന് മുന്നിലെത്തിയത്. പോലീസ് നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി അൻവറിന്റെ അനുയായികൾ എത്തിയിരുന്നു. കാട്ടാന ആക്രമണത്തിൽ മണി എന്ന യുവാവ് മരിച്ച സംഭവത്തെ വനം വകുപ്പ് നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു PV അൻവർ വിശേഷിപ്പിച്ചത്. യുവാവ് 2.5 മണിക്കൂർ രക്തം വാർന്നു കിടന്നു. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകി. തെരുവ് പട്ടിയുടെ വില പോലും മനുഷ്യജീവന് നൽകിയില്ലെന്നും അൻവർ പറയുന്നുണ്ട്. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഭരണകൂട ഭീകരതയാണെന്നാണ് അൻവർ പറയുന്നത്. മോദിയേക്കാൾ വലിയ ഭീകരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും യഥാർത്ഥ വിഷയത്തിൽ അടിയന്തര നടപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര മേഖലയിലെ ജനങ്ങൾ ജീവിക്കുന്നത് ഭീതിയോടെയാണെന്നും അവരുടെ പ്രശ്നങ്ങളിൽ MLA എന്ന നിലയിൽ ഇടപെടുമെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു. PDPP ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാട്ടാനയാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് PV അൻവറിന്റെ സംഘടനയായ DMK-യുടെ നേതാക്കൾ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത്. പിന്നാലെ പ്രതിഷേധകർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു.